രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്ററെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 30 വർഷത്തിന് ശേഷം പ്രതികൾ ജയിലിലേക്ക്. CPM-കാരായ 8 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി അടക്കം ശരിവെച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രതികളെ ജയിലിലേക്ക് മാറ്റിയത്. സുപ്രീം കോടതി ഇവരുടെ ഹർജി ഫയലിൽ സ്വീകരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതികളെ ജയിലിലേക്ക് മാറ്റി. അതിനിടെ പ്രതികൾക്ക് ജയിലിലേക്ക് യാത്രയയപ്പ് നൽകി CPM നേതാവ് KK ശൈലജ MLA-യുടെ നേതൃത്വത്തിലാണ് പാർട്ടിക്കാർ പ്രതികൾക്ക് പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ യാത്രയയപ്പ് നൽകിയത്. കെ ശ്രീധരൻ, മാതമംഗലം നാണു, പുതിയ വീട്ടിൽ മച്ചാൻ രാജൻ, P കൃഷ്ണൻ, ചന്ദ്രോത്ത് രവീന്ദ്രൻ, പുല്ലാനിയോടൻ സുരേഷ് ബാബു, മല്ലപ്രവൻ രാമചന്ദ്രൻ, K ബാലകൃഷ്ണൻ എന്നീ CPM-കാരായ പ്രതികളാണ് 30 വർഷത്തിനു ശേഷം ജയിലിലേക്ക് പോകുന്നത്. സദാനന്ദൻ മാസ്റ്ററെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കീഴ്ക്കോടതികൾ ശിക്ഷ വിധിച്ചിട്ടും മേൽക്കോടതികളിൽ അപ്പീൽ നൽകി ജാമ്യത്തിലായിരുന്നു പ്രതികൾ. ഒടുവിൽ സുപ്രീം കോടതി ഇവരുടെ ഹർജി ഫയലിൽ സ്വീകരിക്കാൻ പോലും തയ്യാറാകാതെ വന്നതോടെയാണ് പ്രതികൾ തലശ്ശേരി കോടതിയിലേക്ക് കീഴടങ്ങിയത്. കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സദാനന്ദൻ മാസ്റ്ററെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളുടെ ശിക്ഷ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹൈക്കോടതി ശരിവെച്ചത്. ഹൈക്കോടതി പിഴ 25,000-ൽ നിന്നും 50,000 രൂപയാക്കുകയും കൃത്യത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ പ്രതികൾക്കുള്ള 7 വർഷത്തെ ശിക്ഷ കുറഞ്ഞുപോയെന്നും നിരീക്ഷിച്ചിരുന്നു. 1994 ജനുവരി 25-ന് രാത്രിയാണ് RSS ജില്ലാ സഹകാര്യവാഹായിരുന്ന സദാനന്ദൻ മാസ്റ്ററെ CPM പ്രാദേശിക നേതാക്കളടങ്ങിയ സംഘം ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതിനിടെ മട്ടന്നൂർ MLA KK ശൈലജയുടെ നേതൃത്വത്തിൽ ഈ അക്രമികൾക്ക് വിരോചിത യാത്രയയപ്പ് നൽകി. CPM-ന്റെ പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് യാത്രയയപ്പ് നൽകിയത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ KK ശൈലജ ചട്ടങ്ങൾ ലംഘിച്ചെന്നും അക്രമികൾക്ക് വീണ്ടും അക്രമം നടത്താനുള്ള പ്രോത്സാഹനമാണ് ഇത്തരം പ്രവൃത്തികളിലൂടെ CPM നേതാക്കൾ ചെയ്യുന്നതെന്നും വിമർശനമുയർന്നു. ജനം, കണ്ണൂർ.